അമ്മേ, സ്കൂളിൽ നിന്ന് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കാൻ പറഞ്ഞു. ജൈവ മാലിന്യങ്ങൾ വളമായി ഉപയോഗിക്കാനും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കാനും പറഞ്ഞു. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളൂ. ആൺകുട്ടിയെയും കൂട്ടിക്കോട്ടെ. ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ബക്കറ്റാണ് ഇത്. ഞങ്ങൾ ബ്രെഡ് വാങ്ങിയ കവറാണ് ഇത്. ഞങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കും. ഇത് ഞങ്ങൾ മീൻ വാങ്ങിയ കവറാണ് ഇത്. ഞങ്ങൾ നന്നായി കഴുകും. ഞങ്ങൾ ഇത് കഴുകിയതിനു ശേഷം ഈ മരത്തിൽ തൂക്കിയിടുന്നു. അതിനുശേഷം ഇത് നന്നായി ഉണങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ കിറ്റിലിട്ട് നൽകുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി ഞങ്ങൾ ജൈവ മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇനോക്കുലം. പെൻട്രോൺ എന്ന ഒരു കെമിക്കലും ചകിരിച്ചേറും കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഇനോക്കുലം. ആദ്യം നമ്മൾ ഈ ഇനോക്കുലം ഈ ജൈവ മാലിന്യങ്ങൾ ഇടുന്ന ബക്കറ്റിലേക്ക് കുറച്ചായി ഇടുന്നു. ഇത് ഞങ്ങളുടെ അടുക്കളയിലെ പച്ചക്കറികളുടെ വേസ്റ്റും പഴങ്ങളുടെ വേസ്റ്റും എല്ലാമാണ്. പിന്നീട് ഇതിൽ കുറച്ച് മുട്ടത്തോടുമുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് മുട്ടത്തോടും ഇടുന്നു. അതിനുശേഷം കുറച്ച് പഴത്തൊലി നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇത് ആദ്യത്തെ ലെയറാണ്. ഇത് കഴിയുമ്പോൾ അടുത്തത് വീണ്ടും ഇനോക്കുലം ഇടുക. അതിനുശേഷം നമ്മൾ വീണ്ടും മാലിന്യങ്ങൾ സംസ്കരിക്കണം. കുടംപൊടി, വാളംപുളി, നാരങ്ങ അങ്ങനെയുള്ളതൊന്നും ഇതിലേക്ക് ഇടരുത്. ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. പ്രവർത്തനങ്ങളിലൂടെയാണ് നാം ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ ഇട്ട ബക്കറ്റാണ് ഇത്. നമ്മൾ അടച്ചു വെക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഇത് വളമായി മാറുന്നു. അപ്പോൾ ഞാനിത് പച്ചക്കറികൾക്കും എല്ലാ പൂക്കൾക്കുമെല്ലാം ഇത് വളമായി നൽകുന്നു. ഈ ജൈവ മാലിന്യങ്ങൾ ഇടുമ്പോൾ വെള്ളത്തിന്റെ അംശം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വീട്ടിലെ മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ്. വീട്ടിലെ മാലിന്യങ്ങൾ രണ്ടു തരത്തിലുണ്ട്: ജൈവ മാലിന്യം, അജൈവ മാലിന്യം. അജൈവ മാലിന്യത്തിൽ പ്രധാനമായും പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കുന്നു. ജൈവ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചകിരിച്ചോറും പെൻട്രോൺ എന്ന ഒരു കെമിക്കൽ കൂടിച്ചേർന്ന് ഇനോക്കുലം എന്നൊരു പദാർത്ഥം ഉണ്ടാകുന്നു. ഇനോക്കുലം നമുക്ക് കൃഷി ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന കടയിൽ നിന്ന് ലഭിക്കുന്നു. ഇതൊരു പ്ലാസ്റ്റിക് ബക്കറ്റാണ്. ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഇനോക്കുലം വിതറുന്നു. അതിനുശേഷം മുട്ടത്തോട്, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അവശിഷ്ടങ്ങൾ ഇതിലേക്ക് ഇടുന്നു. വീണ്ടും ഇനോക്കുലം ഇടുന്നു. വീണ്ടും വേസ്റ്റ് ഇടുന്നു. ഇത് ഒരു പ്രക്രിയയായി തുടരുന്നു. ഓരോ പ്രക്രിയയ്ക്കു ശേഷവും
നമ്മൾ ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് അടച്ചു വെക്കണം. കുറച്ചു നാളുകൾക്ക് ശേഷം ഇത് വളമായി മാറുന്നു. അപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം വളമായി ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയും. നന്ദി, നമസ്കാരം.